എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ചുറ്റളവിൽ വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പെരുകാവ് നമുക്കൊരു 4 ബെഡ്റൂമോട് കൂടി ഒരു വലിയൊരു വില്ല നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഈ വീട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടംപററി ഡിസൈനിൽ നമ്മുടെ വീടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 3,100 സെൻറ്റ് വരുന്നത്. അതുപോലെ സ്ക്വയർ ഫീറ്റ് വന്നിട്ട് നമുക്ക് 1,500 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമുക്ക് ബെഡ്റൂം വന്നിട്ട് 4 ബെഡ്റൂം വരുന്നത് 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ വലിയൊരു കാറുള്ള സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വാസ്തുപ്രകാരമാണ് നമ്മളെ വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ വീട് ഇങ്ങനെ കിഴക്ക് ദർശനമാണ്. നമുക്ക് ഈ വീട് വരുന്നത് 3,100 സെൻറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,500 സ്ക്വയർ ഫീറ്റ് വരുന്നത്. നമ്മുടെ തമ്പാനൂരിൽ നിന്ന് ഏകദേശം നമുക്ക് ഒരു 9 കിലോമീറ്റർ വരുന്നുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ട് വരെ 12 കിലോമീറ്ററാണ് വരുന്നത്. ഈ വീട് ചെയ്തിരിക്കുന്നത് നമുക്ക് വാസ്തുപ്രകാരമാണ്. അതുപോലെ നമുക്ക് കിഴക്ക് ദർശനമാണ് വരുന്നത്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിലെ ഗേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഇന്റർലോക്കും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ചെറിയ ഗാർഡൻ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ വുഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് തേക്കാണ്. അതുപോലെ തന്നെ നമുക്ക് പോളിഷും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് വലിയൊരു സിറ്റ് ഔട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ഡോറൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തേക്കാണ്. അതുപോലെ നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജനലും കാര്യങ്ങളും വരുന്നതും തേക്കാണ്, അത് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലെ ടെയിൽ വന്നിട്ട് നമുക്ക് 4x2 ടെയിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് നമുക്ക് നല്ല സ്പേസ് ആണ്. നമ്മുടെ തൂണ് വന്നിട്ട് നമുക്ക് കരിങ്കൽ കൊത്താണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നമുക്ക് ഫോർ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ലൈറ്റ് ആയിട്ടാണ് ഫോർ സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഹാളാണ്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഹാള് വന്നിട്ട് നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. അതുപോലെ നമുക്ക് TV യൂണിറ്റും നമുക്ക് ഡൈനിങ് സെക്ഷനും സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ TV യൂണിറ്റ് നമുക്ക് ഏകദേശം നമുക്ക് വലിയൊരു TV ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. അതുപോലെ നമുക്ക് TV യൂണിറ്റ് നല്ല സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ അകത്തെ കളറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ നല്ല ലൈറ്റ് കളറാണ് ഉപയോഗിക്കുന്നത്. ഫോർ സീലിംഗ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർ സീലിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഫോർ സീലിംഗ് ലൈറ്റും കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് നല്ല ഫാം ലൈറ്റാണ്. ടെയിൽ വന്നിട്ട് നമുക്ക് 4x2 ടെയിലാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പോസ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷൻ വരുന്നത് നമുക്ക് സെക്കൻഡ് ഫ്ലോറോട്ടുള്ള സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ പോയിന്റും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 1 ബെഡ്റൂം, സെക്കൻഡ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വലിയൊരു കിച്ചണും കാര്യങ്ങളും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനോട് ചേർന്നാണ് നമുക്ക് വാഷ് ബേസും കാര്യങ്ങളും വരുന്നത്. വാഷ് ബേസിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ വാർമോരെയാണ്. ക്ലാസിക് ലുക്കിലാണ് നമ്മുടെ വാഷ് ബേസും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം വന്നിട്ട് നമുക്ക് 12x11 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ ബെഡ്റൂമിൽ 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂം നമ്മൾ ഹീറ്റർ പോയിന്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അകത്തെ കളർ വന്നിട്ട് നമ്മൾ നല്ല ലൈറ്റ് കളറാണ് ഉപയോഗിക്കുന്നത്. കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ നല്ല HDI ബോർഡിലാണ് നമ്മൾ കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡാണ് വരുന്നത് മൊത്തം. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് നമുക്ക് വലിയ വാഷ്റൂമാണ് വരുന്നത്. നമുക്ക് ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന വാർമോരെയാണ്. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടെയിലിംഗ് കാര്യങ്ങളാണ് വാഷ്റൂമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ കിച്ചണാണ്. നമുക്ക് വലിയൊരു കിച്ചണാണ് വരുന്നത്. നമ്മുടെ ഒരു ഓപ്പൺ കിച്ചണായിട്ട് നമ്മുടെ നോർമൽ കിച്ചണാണ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട്. കിച്ചൺ നമുക്ക് 2 കളർ കോമ്പിനേഷനിൽ നമ്മുടെ കബോർഡ് വർക്കും കാര്യങ്ങൾ വെച്ചിട്ടുള്ളത്. കിച്ചണിലെ കബോർഡിന് ഉപയോഗിക്കുന്നത് നമ്മൾ മൾട്ടിവുഡാണ് നമ്മുടെ കിച്ചണിലെ കബോർഡിനും കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് നല്ല സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ കിച്ചണിലെ ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പോസ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് വർക്ക് ഏരിയയുള്ള സ്പേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്പേസാണ് വരുന്നത്. അതുപോലെ നമുക്ക് ബാക്ക് സൈഡിലാണ് കിണറും വരുന്നത്. നമുക്ക് നനകല്ലും കാര്യങ്ങളും ബാക്കിലാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഒരു ചെറിയ വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റോറേജ് റൂമൊക്കെ എടുക്കാനുള്ള സ്പേസ് നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകുന്ന സ്റ്റെയറാണ്. നമുക്ക് സ്റ്റെയറിലെ ഹാൻഡിൽ വർക്കും കാര്യങ്ങളും ചെയ്യിക്കുന്ന സ്റ്റീലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് നമുക്ക് വലിയൊരു ഹാൾ വരുന്നുണ്ട്. നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂം നമുക്ക് വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കബോർഡൊക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡാണ് വരുന്നത്. നമ്മുടെ വാഷ്റൂം വന്നിട്ട് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന വാർമോരെയാണ്. അപ്പോൾ നമുക്ക് ഈ വില്ലയ്ക്കകത്ത് ഏകദേശം ഇനി നമുക്ക് 60 ലക്ഷം മുതൽ 70 ലക്ഷം രൂപ വരെ ഏകദേശം ഒരു 10 വീടടുത്ത് നമുക്ക് ഇവിടെ സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈസ് എല്ലാം നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട് വലിയ ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്.
നമ്മുടെ ബെഡ്റൂമിലെ കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല വലിയ രീതിയിലാണ് കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വാഷ്റൂം എല്ലാം നമുക്ക് വലിയ വാഷ്റൂമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വാഷ്റൂം വന്നിട്ട്. ഇതും വലിയ വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഇട്ടിരിക്കുന്ന വാർമോരയാണ്. നമ്മുടെ വയറും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് വി ഗാർഡാണ്. നമ്മുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്ന ആൻസറാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാളിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കാര്യങ്ങളും വരുന്നത്. നമ്മൾ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് നാലാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് വലിയ ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് AC പോയിന്റ് ഉണ്ട്. നമ്മുടെ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മളെ വാഷ്റൂം 4 വാഷ്റൂം നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല പ്രീമിയം ലുക്കിലുള്ള ടൈലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് വാർമോരയാണ്. നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. വലിയൊരു ബാൽക്കണി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നല്ല ആംബിയൻസും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ വില്ലക്കത്തുള്ള ഏകദേശം വീടുകളുടെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഏകദേശപ്പെട്ട വീടൊക്കെ നമുക്ക് സെയിലായിട്ടുണ്ട്. നമ്മുടെ ടെറസൊക്കെ വന്നിട്ട് വലിയ ടെറസാണ്. അതുപോലെ തന്നെ നമുക്ക് ടെറസിൽ വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഒന്ന് നമുക്ക് കിണറിനും ഒന്ന് നമുക്ക് ലൈൻ കണക്ഷനാണ് 2 ടാങ്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം തിരുമല പെരുകാവ് വലിയൊരു വില്ല പ്രോജക്റ്റാണ്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 20-25 വീടടുപ്പിച്ച് നമുക്ക് ഇവിടെ സെയിൽ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന വീടുകൾ നമുക്കിപ്പോൾ 60 ലക്ഷം മുതൽ 70 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള ഏകദേശം ഒരു 10 വീടടുപ്പിച്ച് നമുക്ക് ഇവിടെ സെയിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് 4 ബെഡ്റൂമിൻ്റെ ഉണ്ട്, 3 ബെഡ്റൂമിൻ്റെ ഉണ്ട്. ഈ വീട് നിൽക്കുന്നത് നമ്മൾ 3 സെൻറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1500 വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൽ 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. വലിയൊരു കാർ പാർക്കിംഗ് വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറിന് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തു പ്രകാരമാണ്. അതുപോലെ നമുക്ക് കിഴക്ക് ദർശനമാണ് വീട് വന്നത്. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വുഡും കാര്യങ്ങളും പോകുന്നുണ്ട്. നമുക്ക് തേക്കാണ്. അതുപോലെ നമുക്ക് ഫുൾ പോളിഷ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്വന്തമായിട്ട് ആർക്കെങ്കിലും വീട് വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ താക്കോൽ വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സ്ക്വയർ ഫീറ്റിന് 2500 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നല്ല പ്രീമിയം പ്രോഡക്റ്റ് ഇട്ടാണ് നമ്മളിപ്പോൾ വീടും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിന്നിപ്പോൾ വീട് വെച്ചവരും അതുപോലെ നമ്മൾ വീട് വാങ്ങിയവരും എല്ലാവരും ഹാപ്പിയാണ്. അതുപോലെയുള്ള വില്ലകൾ വാങ്ങാനും അഥവാ വയ്ക്കാനും താല്പര്യമുള്ളതാണെങ്കിൽ നമ്മുടെ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത തന്നെ നമുക്കൊരു പുതിയൊരു വില്ല പ്രോജക്റ്റായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.